ഓക്കെ, നമുക്കിന്ന് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് രീതിയിൽ വരുന്നത്. നമ്മൾ ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ലേ? ഫാക്ടറിനെ ഒരു ഹോൾ നമ്പർ കൊണ്ടും ഫാക്ടറിനെ ഫാക്ടർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡെസിമൽ നമ്പറിനെയും ഹോൾ നമ്പർ കൊണ്ടും ഡെസിമൽ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് decimal by a whole number, page number 48. First step, multiply the decimal number by the whole number ignoring the decimal point. ആദ്യം എന്താ ചെയ്യണ്ടേ? ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ഒരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ പാർട്ട്, ഡെസിമൽ പോയിന്റ് ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ ചെയ്യാ? ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് സാധാരണ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ആഫ്റ്റർ ദാറ്റ് മാർക്ക് ദി ഡെസിമൽ പോയിന്റ് ഇൻ ദ റിസൾട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് there are as many decimal places in the product as in the given decimal number. That is the second step. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് സാധാരണ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഡെസിമൽ പോയിന്റ്, ഡെസിമൽ നമ്പറിലുള്ള ഡെസിമൽ പാർട്ടിലുള്ള ഡിജിറ്റ്സിന്റെ എണ്ണം ഇല്ലേ, അത്രയും എണ്ണം തന്നെ പ്രൊഡക്റ്റില് ഡെസിമൽ പാർട്ടിലും വരത്തക്ക രീതിയിൽ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ 0.25 ഇൻറ്റു 5 ആണെന്നിരിക്കട്ടെ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 5 എന്ന് പറയുന്നത് ഹോൾ നമ്പർ, 0.25 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 5 25 ഇൻറ്റു 5 റിമൈൻഡർ 2, 2 ഇൻറ്റു 5 10, 10 പ്ലസ് 2 12, 125 എന്ന് കിട്ടി അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡെസിമൽ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കാം. പോയിന്റ് കഴിഞ്ഞിട്ട് 2ഉം 5ഉം 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിലും പോയിന്റ് ഇട്ട് കൊടുക്കാം. 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. 1.25. ഇനിയിപ്പോ 2.031 ഇൻറ്റു 12 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ 12 ഹോൾ നമ്പർ, 2.031 ഒരു ഡെസിമൽ നമ്പർ. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ 1 ഇൻറ്റു 2 2, 3 ഇൻറ്റു 2 6, 0 ഇൻറ്റു 2 0, 2 ഇൻറ്റു 2 4. ഡെസിമൽ പോയിന്റ് നോക്കണ്ട മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. 1 ഇൻറ്റു 1 1, 3 0 2. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 6 പ്ലസ് 1 7. ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അവസാനം പോയിന്റ് ഇട്ടാൽ മതിയില്ലേ? പോയിന്റ് ഇട്ടാൽ മതി. 3 4 2 24,372 എന്ന് കിട്ടി. ഇനി ഡെസിമൽ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. 0 3 1 1 2 3 3 ഡിജിറ്റ്സ് ഉണ്ട്. 24ന്റെ അപ്പുറത്തല്ലേ പോയിന്റ് ഉണ്ട്? 24ന്റെ ഇപ്പുറത്ത് പോയിന്റ് ഉണ്ട്. അതായത് 3 ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 24.372. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഒരു 2 എക്സാമ്പിൾ ചെയ്ത് നോക്കിക്കോ. ക്വസ്റ്റ്യൻ തരാം. Take your notebook. First one, 54.4
41 into 8. Second one, 451.3 into 25. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ഈക്വൽ ടു 435.25 ആണോ? ഓക്കെ. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ 11,282.5 ആണോ? മിസ് ഫസ്റ്റ് വൺ 52 എനിക്ക് കിട്ടിയത് അവസാനം. മിസ് 435.28 അല്ലേ? 28 കേട്ടോ. സെക്കൻഡ് വൺ അത് തന്നെയാണോ കിട്ടിയേ? ഓക്കെ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ കുഴപ്പമില്ലല്ലോ, ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഡെസിമൽ ബൈ എ ഡെസിമൽ. ഒരു ഡെസിമൽ നമ്പറിനെ വേറൊരു ഡെസിമൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വ്യത്യാസമൊന്നുമില്ല, രണ്ട് നമ്പേഴ്സും സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, multiply the two decimals ignoring the decimal points just like whole numbers. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് ഹോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ രണ്ട് ഡെസിമൽ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ്, put the decimal point in the result in such a way that the number of decimal places in the product is equal to the sum of the decimal places in the given decimal numbers. രണ്ട് ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഡെസിമൽ നമ്പറിലും കൂടി ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത്രയും എണ്ണം ഡെസിമൽ പ്ലേസ് വേണം പ്രൊഡക്റ്റിലും കൊടുക്കാൻ. രണ്ട് ഡെസിമൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഡെസിമൽസിലും കൂടി രണ്ട് ഡെസിമൽ നമ്പേഴ്സിലും കൂടി ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് എന്ന് നോക്കുക. രണ്ടിന്റെയും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്ര ഉണ്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? അത്രയും എണ്ണം വേണം പ്രൊഡക്റ്റില് ഡെസിമൽ പ്ലേസ് കൊടുക്കാൻ. ഒരു എക്സാമ്പിൾ നോക്കാം. 2.5 into 3.1. സാധാരണ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് 25 into 31 ചെയ്യുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 5 5, 1 into 2 2, 3 into 5 15, 2 into 3 6 plus 1 7, 5 7 7, 775 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഫസ്റ്റത്തെ നമ്പറിൽ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, രണ്ടാമത്തെ നമ്പറിലും ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോ ഡെസിമൽ പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ എണ്ണം 2 അല്ലേ? അല്ലേ? ഇവിടെ ഒന്നുണ്ട്, എവിടെ? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പ്ലേസിന്റെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്നും 2 എന്ന് കിട്ടി. അപ്പോ 7.75. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് നോക്കാം. ഇവിടെ 2 കിട്ടുന്നത്, 2 ഡെസിമൽ പോയിന്റ് ഉണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ. അത്രയും ഡെസിമൽ പ്ലേസ് വേണം നമ്മൾ പ്രൊഡക്റ്റിലും കൊടുക്കാൻ. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് കൗണ്ട് ചെയ്യാം. 1 2 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 7.75 എന്ന് കിട്ടി. ഇനി 132
into 1.6. 1.32 into 1.6. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 6, 12 into 2, remainder 1, 3 into 6, 18, plus 1, 19, remainder 1, 1 into 6, 6, plus 1, 7, 1 into 2, 2, 3, 1. Add ചെയ്യുമ്പോൾ 2, 1, 1, 2. ആയോ ആൻസർ? ഇല്ല. ആദ്യത്തെ നമ്പറിൽ 1.32 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ? രണ്ടാമത്തെ നമ്പറിൽ 1.6 എന്ന് പറയുമ്പോൾ 1 ഡെസിമൽ പ്ലേസും ഉണ്ട്. അപ്പോ ടോട്ടൽ 3 ഡെസിമൽ പ്ലേസ് ആയി. 2.112. 2.112. അപ്പം പ്രൊഡക്റ്റിലും 3 ഡെസിമൽ പ്ലേസ് തന്നെ വരണം. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. 25.03 into 1.21. 3, 0, 5, 2, 6, 0, 0, 5. 3, 0, 5, 2. ആഡ് ചെയ്യുമ്പോൾ 3, 6, 8, 2, 0, 3. ഇവിടെ എവിടെയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്? ടോട്ടൽ 4 ഡെസിമൽ പോയിന്റ് വരും. 25.03 2, 1.21 30.2863. 30.2863. 4 ഡെസിമൽ പോയിന്റ് വേണം പ്രൊഡക്റ്റില്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യാന്ന്? പേജ് നമ്പർ 50 ഒന്ന് എടുത്തേ. മിസ് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞത് ഇതാണോ മനസ്സിലാവാത്തെ? ഇല്ല മിസ്, അതല്ല നമ്പർ എന്നല്ലേ പറഞ്ഞേ. എങ്ങനെ? 4 ഡെസിമൽ നമ്പർ എന്നല്ലേ പറഞ്ഞേ. 4 ഡെസിമൽ പ്ലേസ് വേണം. അപ്പൊ ഇവിടെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1, 2, 3, 4 4 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. ഓക്കെ, പേജ് നമ്പർ 50 ഒന്ന് എടുത്തേ. എക്സസൈസ് 3B. എടുത്തോ? അതില് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെയും രണ്ടാമത്തെയും 1.45 into 8ഉം 23.09 into 27ഉം അത് രണ്ടും ഒന്ന് കണ്ടുപിടിച്ചേ. അത് രണ്ടും മാത്രം ഇപ്പൊ ചെയ്താൽ മതി. 1.45 into 8, 23.09 into 27. First one in the answer 1.45 into 8 is equal to 11.60. 11.60 ആണോ? Okay. Second one 23.09 into 27 equal to 623.43. 623.43. Second one 623.43. Okay. Then രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും. $6.9 into 8.3ഉം
5.1 into 4.01. അതും കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഏതാ മിസ്? 6.9 into 8.3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതും 5.1 into 4.01. തേർഡ് വൺ. രണ്ടാമത്തേല് തേർഡ് വൺ. 5.1 into 4.01. സെക്കൻഡ് വൺ എത്രയായിരുന്നു? ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 57.27 അല്ലേ? സെക്കൻഡ് വൺ 4.01 into 5.1. 5.1 സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യാം. 1 into 1 1, 1 into 0 0, 1 into 4 4, 5 into 1 5, 5 into 0 0, 5 into 4 20. 1 5 4 0 2. ഇതല്ലേ കിട്ടിയേ? മിസ് അതല്ല മിസ്, എനിക്ക് മിസ്റ്റേക്ക് വന്നത് മിസ്. ഈ രണ്ട് ഡെസിമലിന്റെയും പോയിന്റ് ഒരേ സ്ഥലത്ത് വരണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ വരണ്ട. പോയിന്റ് ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നേ? പോയിന്റ് ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന് രണ്ടിന്റെയും ടോട്ടൽ ഡെസിമൽ പോയിന്റ് എത്രയുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 4.01 രണ്ട് ഡെസിമൽ പാർട്ട് ഉണ്ട്, 5.1 ഒന്നും ഉണ്ട്. അപ്പൊ ടോട്ടൽ 3 ആയി. അപ്പൊ 20.451. ഇതാണ് അതിന്റെ ആൻസർ. ഫേത്തിന് മനസ്സിലായോ? ഓക്കെ. ഇനി ചെറിയൊരു പോർഷനും കൂടി ഇതിൽ ബാക്കിയുണ്ട് മൾട്ടിപ്ലിക്കേഷനിൽ. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡിവിഷൻ തുടങ്ങാം. എന്താ അറിയോ, നമ്മളിപ്പോ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ ബൈ ഹോൾ നമ്പർ പറഞ്ഞു, ബൈ ഡെസിമലും പറഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ ബൈ 10, 100, 1000 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെസിമൽ നമ്പറിനെ 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല. നമ്മൾ ആ പോയിന്റിന്റെ പ്ലേസ് മാത്രം മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തായിരുന്നല്ലേ? ഇപ്പോ 5/10 5/10 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഡെസിമൽ നമ്പർ ആക്കി എഴുതാൻ വേണ്ടി 5/10 ആണെങ്കിൽ 5/10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0.5 എന്ന് എഴുതും അല്ലേ? 5/100 ആണെങ്കിലോ 0.05 എന്ന് എഴുതും അല്ലേ? നമ്മൾ അങ്ങനെയുള്ള ഡെസിമൽ നമ്പർ എഴുതിക്കൊണ്ടിരുന്നേ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു നമ്പറിനെ, ഒരു ഡെസിമൽ നമ്പറിനെ 2.25 ഇൻറ്റു 10 ആണെങ്കിൽ 2.25 ഇൻറ്റു 10 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ഡെസിമൽ നമ്പർ, ഡെസിമൽ പോയിന്റ് ഇല്ലേ, ഈ ഡെസിമൽ പോയിന്റ് ഒരു ഡിജിറ്റ് കടത്തി അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക, റൈറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ബിക്കോസ് 10 ഹാസ് ഓൺലി 1 0. 10-ന് ഒരു 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഒരു ഡിജിറ്റ് കടത്തി അപ്പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. 2.25 എന്ന് കിട്ടും. ഓക്കെ. ഇനി 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2.25 അല്ലല്ലോ ഇവിടെ കിട്ടുന്നേ, 22.5 അല്ലേ?
ഒരു പോയിന്റ് അപ്പുറത്തോട്ട് കടത്തിയിടുമ്പോൾ 22.5 എന്ന് കിട്ടും. ഇനി 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2.25നെ ഇൻറ്റു 100 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 ഡിജിറ്റ് റൈറ്റ് സൈഡിലേക്ക് കടത്തി എന്നിട്ടാ മതി, പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? 225.0 എന്ന് വരും. മനസ്സിലായോ? ഇനി 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 584.2568 ഇൻറ്റു 1000 ആണെങ്കിൽ 3 ഡിജിറ്റ് കടത്തി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി ഉള്ള ഡെസിമൽ പ്ലേസിൽ നിന്ന്, ഡെസിമൽ പോയിന്റിന്റെ പ്ലേസിൽ നിന്ന് 3 ഡിജിറ്റ് കടത്തിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 584.256 കഴിഞ്ഞിട്ട് 0.8. അതായത് നമ്മൾ എത്രയെ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കുക. അതിൽ എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് കടത്തി പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ പ്രത്യേകിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ആ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 49. മിസ് അപ്പൊ 1000 എന്ന് പറയുമ്പോ 3 സീറോ അല്ലേ ഉള്ളു? അപ്പൊ 3 സീറോ കഴിഞ്ഞിട്ടല്ലേ കുത്തിടണ്ടേ? 3 സീറോ കഴിഞ്ഞിട്ട്, 3 പ്ലേസ് കഴിഞ്ഞിട്ട്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്ക്. പേജ് നമ്പർ 49 എടുത്തേ. പേജ് നമ്പർ 49. അതിനകത്ത് എക്സാമ്പിൾ 14 കണ്ടോ? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ്. 38.94 ഇൻറ്റു 10. 38.94 ഇൻറ്റു 10. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് കടത്തി ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ എത്ര കിട്ടി? 389.4. ആ പോയിന്റിന്റെ പ്ലേസ് മാറിയത് കണ്ടോ? സെക്കൻഡ് വൺ 7.495 ഇൻറ്റു 100. 100ൽ 2 സീറോസ് ഉള്ളത് കൊണ്ട് 2 പ്ലേസ് കഴിഞ്ഞിട്ട് എന്നിട്ടാ മതി? ഡെസിമൽ പോയിന്റ് ഇട്ടാ മതി. അപ്പൊ എത്ര വരും? 7.495 എന്ന് പറയുമ്പോൾ അതിന്റെ 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ 49 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടാം. 749.5 എന്ന് എഴുതും. നെക്സ്റ്റ് 2.7654 ഇൻറ്റു 1000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട്, 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 2ന്റെയും 7ന്റെയും ഇടയിലാണ് ഡെസിമൽ പോയിന്റ് വരുന്നത്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2765.4 എന്ന് കിട്ടും. എളുപ്പമല്ലേ ചെയ്യാൻ? ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഹോംവർക്ക് ഒന്നും വേണ്ട, ക്രിസ്മസ് ഒക്കെ അല്ലേ. ഇനിയിപ്പോ ക്രിസ്മസ് ലീവിന് ഹോംവർക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം വേണ്ട. ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കാം. ലീവ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ബൈ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ.